ഹലോ ഫ്രണ്ട്സ്, നമ്മളൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. നിരന്തരം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴൊക്കെ ബസ് കേടായിട്ട് വഴിയിൽ നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ കണ്ടക്ടർമാർ ചെയ്യുന്നത് ഈ തൊട്ട് പുറകെ വരുന്ന ബസ്സിൽ നമ്മളെ കയറ്റി വിടുന്നതാണ്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ബസ്സുകളിലായിട്ട് യാത്രക്കാരെ മുഴുവൻ കയറ്റി വിടും. ഇതും അല്ലെങ്കിൽ ചില സമയത്താണ് ബസ്സിൻ്റെ അതിൻ്റെ ഫണ്ട് പൈസ നമുക്ക് റീഫണ്ട് തന്നുകൊണ്ട് നമ്മുടെ ഇടപാട് തീർക്കും. നമ്മളിപ്പോൾ കാണുന്നത് പൊന്നാനി ഡിപ്പോയുടെ കെ എസ് ആർ ടി സി ബസ് ഫാസ്റ്റ് പാസഞ്ചറാണ്. അത് ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റുള്ള പൊന്നാനി കോയമ്പത്തൂർ ഓടുന്ന വണ്ടി. ഇതിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് തിരിച്ചു വരുന്ന ട്രിപ്പിൽ വണ്ടി ഒന്ന് കേടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടയർ പഞ്ചറായി. വണ്ടി പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ട് അധിക ദൂരം ആവാത്തത് കൊണ്ട് കണ്ടക്ടർ ഉടൻ തന്നെ പാലക്കാട് ഡിപ്പോയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ നിന്നാണെങ്കിൽ ടയറുമായിട്ട് ഉടൻ എത്താം, പഞ്ചർ ഉള്ള ടയർ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വണ്ടിയുടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് തിരക്കുള്ളവർ വേണമെങ്കിൽ അടുത്ത വണ്ടിയിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ വണ്ടി ടയർ മാറ്റിയതിന് ശേഷം നമുക്ക് യാത്ര പുറപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ യാത്രക്കാരൊക്കെ അടുത്ത് വന്ന 2 ബസ്സുകളിലായിട്ട് കയറിപ്പോയി. ആ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ ടയർ മാറ്റണമെന്ന് കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി നിൽക്കുന്നത് വളരെ പ്രശസ്തമായ ഒറ്റപ്പാലം പാലക്കാട് സ്റ്റേറ്റ് ഹൈവേയിലാണ്. ഇതിങ്ങനെ വളരെ പ്രശസ്തമാവാൻ കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ റോഡിന് ഒരു കേടുപാറോ തകരാറോ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പോൾ നിർമ്മിച്ചത് മലേഷ്യൻ കമ്പനിയായ റോഡ് ബിൽഡറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പഞ്ചറായ ടയർ വണ്ടിയുടെ അടിയിൽ കയറി പരിശോധിക്കുന്ന ഡ്രൈവർ സാറിനെയാണ് കേട്ടോ. പുള്ളി അതിനകത്ത് അവിടെ അടിയിൽ കയറി നോക്കിയിട്ട് എന്തെങ്കിലും പാകമുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അതിന് മുമ്പായിട്ട് പുള്ളി ചെയ്ത പരിപാടി, പോണ വഴിക്കുള്ള റോഡ് സൈഡിൽ ഒരു പഞ്ചർ കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി. എന്നിട്ട് എന്തെങ്കിലും ഈ കാറ്റൊന്ന് കുറവായതാണോ, ചെറിയ പഞ്ചറൊക്കെ ആണെങ്കിൽ കാറ്റടിച്ചിട്ട് പോകാലോ എന്നുള്ള ധാരണയിലാണ് അവിടെ നിർത്തിയത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ വന്നിരിക്കണം ചെറിയ ബസ് കണ്ട. ഈ ബസ് നമ്മൾ വിചാരിച്ച എന്താ ഒരു ഡിപ്പോയുടെ അല്ല ഗ്യാരേജിൽ നിന്നുള്ള ചെറിയ വണ്ടിയോ അല്ലെങ്കിൽ വാനോ ആ ടൈപ്പ് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വരുന്നതാണ്. പക്ഷേ വന്നത് അവരുടെ ബസ് തന്നെയാണ്. ഈ ബസ്സിലാണ് ഇപ്പോൾ മാറ്റാനുള്ള ടയറും അതിൻ്റെ യന്ത്രസാമഗ്രികളും മെക്കാനിക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അവരെ കൂടെ വന്നിട്ട് അവരെ വർക്കുകളൊക്കെ കാണാം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇത്ര വണ്ടി കേടായി നിന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ബസ്സിൽ കയറി പോവുക, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ ബാക്കി വന്നാൽ അത് വാങ്ങിച്ച് വേറെ ബസ്സിന് കയറിപ്പോവുക, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വണ്ടി കേട് വന്നിട്ട് അതിന്ന് അടുത്തുനിന്ന് കാണാനുള്ള അവസരം കിട്ടുക. അപ്പോൾ അത് അവരെങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്, ആ സന്ദർഭമൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇതൊന്ന് മുഴുവൻ കണ്ട് മനസ്സിലാക്കി വിചാരിച്ചു കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഈ വണ്ടിയിൽ വന്നത് 3 ആൾക്കാരാണ് കേട്ടോ. ഒന്ന് ഇതിൻ്റെ മെക്കാനിക്ക് ഫുൾ നീല യൂണിഫോം, രണ്ടാമത്തെ ആൾ ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു, ഇളനീല കരിനീല യൂണിഫോം, മൂന്നാമത്തെ ആൾ കൂടി ഉണ്ടായിരുന്നു ഒരു കാക്കി ഡ്രസ്സൊക്കെ ആയിട്ട്. അദ്ദേഹം മനസ്സിലാക്കിയത് ഈ വേറെ ആളാണ്, ഇതിൻ്റെ ടീമല്ല. അദ്ദേഹം ഈ വണ്ടി നേരാക്കിയതിന് ശേഷം ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി യാത്ര തുടരുകയുണ്ടായത്. ഇനിയിപ്പോൾ എന്തായാലും വന്നവർ ആരായാലും അവരെ പദവി എന്തായാലും അവരുടെ റോൾ എന്തായാലും ശരി, പക്ഷേ അവർ 3-4 കൂടി സംയുക്തമായിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് 10-15 മിനിറ്റിനകത്ത് തന്നെ ടയർ മാറ്റിയിട്ട് യാത്ര പുറപ്പെടാൻ പറ്റി.
നല്ല എത്തിയിട്ടുണ്ട് ബസ്സിൻ്റെ ശശി ഞാൻ പോട്ടെന്നാ ആ
ഫ്രണ്ട്സ്, ഈ റൂട്ടിൽ ഞാൻ പതിവായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതിന് മുൻപും പലതവണ വണ്ടി തട്ടിയിട്ടും മുട്ടിയിട്ടും അല്ലെങ്കിൽ വണ്ടി കേടുവന്നിട്ടൊക്കെ യാത്ര പകുതി വഴിയിലേക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബസ്സിൽ കയറി പോവുക, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ ബാക്കി വാങ്ങിച്ചിട്ട് വേറെ ബസ്സിന് കയറി പോവുക, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത് മുഴുവൻ കാണാൻ പറ്റി.